സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ 4-stroke സൈക്കിൾ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുക. ഇതിൻ്റെ ഫിഗർ ആദ്യം ഒന്ന് നമ്മൾ കണ്ടതിന് ശേഷം അതിൻ്റെ നോട്ട്സ് നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കാം. ഇതിൻ്റെ ഫിഗറിൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വളരെ ക്ലിയർ ആവും. ആദ്യം ഇതിൻ്റെ പാർട്സുകളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിന് പ്രത്യേകമായിട്ട് ഡീസൽ എഞ്ചിന് വ്യത്യസ്തമായിട്ടുള്ളത് സ്പാർക്ക് പ്ലഗ് ആണ്. അത് കമ്പസ്റ്റൻ ചെയ്യാനായിട്ട് കംപ്രഷൻ്റെ എൻഡിൽ അത് കമ്പസ്റ്റ് ചെയ്യാൻ എയർ ഫ്യൂവലിനെ കമ്പസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. സിലിണ്ടർ, പിസ്റ്റണിനെ ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് റോഡ്, അതാണ് CR എന്നിട്ട കണക്റ്റിംഗ് റോഡ്. നമ്മൾ ഒരിക്കലും CR എന്ന് എഴുതരുത്, അത് നേരിട്ട് കണക്റ്റിംഗ് റോഡ് എന്ന് തന്നെ എഴുതണം. ഒരിക്കലും അതിൻ്റെ ഷോർട്ട് ഫോം എഴുതാൻ നിൽക്കരുത്, എന്നിട്ട് അതിനെ അബ്രിവേറ്റ് ചെയ്യാനായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. അപ്പോൾ നേരത്തെ തന്നെ അത് എഴുതാനായിട്ട്, ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ എഴുതി കിടക്കുന്നതായതുകൊണ്ട് ഞാൻ അതിനെ മാറ്റിയില്ലാന്ന് മാത്രം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണക്റ്റിംഗ് റോഡ് തന്നെ എഴുതിയേക്കുക. അപ്പോഴാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഫിഗർ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുപോലെ ഇതിന് പിസ്റ്റൺ, പിന്നെ ഈ വാൽവുകളാണ്. IV എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവ്, ഉള്ളിലേക്ക് ഫ്യൂവൽ എയർ മിക്സ്ചർ പ്രവേശിക്കുന്നതാണ്. എക്സോസ്റ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ ബേൺ ചെയ്ത എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നതാണ് എക്സോസ്റ്റ് വാൽവ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഇനി ഇതിൽ ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 4 ഓപ്പറേഷനാണ് അതിൽ നടക്കുക. 1 സക്ഷൻ സ്ട്രോക്ക്, 2 കംപ്രഷൻ സ്ട്രോക്ക്, 3 വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് എന്നൊക്കെ അതിന് പറയും. വർക്കിംഗ് സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, കമ്പസ്റ്റൻ നടക്കുന്നതൊക്കെ അവിടെയാണ്. ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇത്രയും 4 സ്ട്രോക്കുകൾ അടങ്ങിയ ഒരു സൈക്കിളാണ് നമ്മൾ ഈ 4-stroke പെട്രോൾ എഞ്ചിനിൽ കാണുക. 4-stroke എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പിസ്റ്റണിനെ ഏറ്റവും മുകളിലേക്ക് എത്തുന്ന TDC, അതിൽ നിന്ന് ഏറ്റവും താഴേക്ക് എത്തുന്ന BDC. TDC to BDC എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോക്കാണ്. ദെൻ BDC നിന്ന് TDCയിലേക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത സ്ട്രോക്കാണ്. വീണ്ടും TDC to BDC മൂന്നാമത്തെ. അങ്ങനെ 4 സ്ട്രോക്കിലാണ് ഒരു വർക്കിംഗ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ 4 സ്ട്രോക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിനെ 4-stroke എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രാങ്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഹാഫ് റൊട്ടേഷനാണ് ഒരു സ്ട്രോക്ക്, അടുത്ത ഹാഫ് റൊട്ടേഷനാണ് അടുത്ത സ്ട്രോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷൻ. അങ്ങനെ 2 റെവല്യൂഷനിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക്, അതുപോലെ 4 സ്ട്രോക്ക് ആണെങ്കിൽ അതിന് 4-stroke എൻജിൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ആദ്യത്തെ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നത്? പുറത്തുനിന്നുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ, ഇവിടെ ചാർജ് എന്നാണ് ഈ ഉള്ളിലേക്ക് എടുക്കുന്നതിന്, സിലിണ്ടറിനകത്തേക്ക് എടുക്കുന്ന ആ മെറ്റീരിയലിനെ നമ്മൾ ചാർജ് എന്നാണ് പറയുക. ഈ പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ച് ചാർജ് എന്ന് പറയുന്നത് എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചറാണ്. അത് കാർബറേറ്ററിലാണ് അത് എയർ ഫ്യൂവൽ മിക്സ്ചർ ചെയ്തതിന് ശേഷം കാർബറേറ്ററിൽ നിന്നാണ് ഉള്ളിലേക്ക് എടുക്കുക. പക്ഷെ അത് നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. മറിച്ച് ഉള്ളിലേക്ക് എടുക്കുന്ന ഫ്യൂവല് അതെന്താണ്? എയർ ഫ്യൂവൽ മിക്സ്ചറാണ്. ചാർജ് എന്ന് പറയുന്നത് എയർ ഫ്യൂവൽ മിക്സ്ചറാണ്. അത് ഇൻലെറ്റ് വാൽവ് വഴിയാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് താഴേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ഈ ഏറോ കാണുന്നത് തന്നെ അതാണ്. താഴേക്കാണ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുക. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ താഴ്ന്ന ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും സിലിണ്ടറിനകത്ത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഉള്ളിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ് ഇതിന് സക്കിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. സക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് സക്ക് ചെയ്യുന്നു. അങ്ങനെ സക്ഷൻ നടക്കുന്നത്. അപ്പം ഇത് അണ്ടിൽ BDC എത്തുന്ന വരെ ഈ സക്ഷൻ കണ്ടിന്യൂ ചെയ്യും. BDC എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പിസ്റ്റൺ അതിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിൽ എത്തുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സക്ഷൻ അതിൽ സക്ക് ചെയ്ത ചാർജിനെ എയർ ഫ്യൂൽ മിക്സ്ചറിനെ, പെട്രോളിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ, ഡീസലിലാണെങ്കിൽ വെറും എയർ മാത്രമാണ് എടുക്കുക. ഞാൻ ഡീസലും കൂടെ ഒപ്പം പറഞ്ഞു പോവാം. ഡീസലിലാണെങ്കിൽ ആകെ വ്യത്യാസമുള്ളത് ഈ എയർ ഫ്യൂൽ മിക്സ്ചറിന് പകരം എയർ ആണ് ഉള്ളിലേക്ക് എടുക്കുക. പിന്നെ ഒരു വ്യത്യാസം നമ്മൾ കാണുക, സ്പാർക്ക് പ്ലഗിന് പകരം ഇവിടെ കാണുന്നത് ഇഞ്ചക്ടർ ആയിരിക്കും. അവിടെ സ്പാർക്ക് ചെയ്യലല്ല, മറിച്ച് ഇഞ്ചക്ട് ചെയ്ത് ഡീസലിന് കൊടുക്കാനുള്ള ഒരു ഇഞ്ചക്ടർ ആയിരിക്കും ഈ പ്ലേസിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോയിലിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് അടുത്തിരുന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു പോവാം. പക്ഷേ എക്സ്പ്ലനേഷൻ ഇതോടുകൂടി രണ്ടും കൂടി ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 4 സ്ട്രോക്ക് ഡീസലാണെങ്കിലും പെട്രോളാണെങ്കിലും വർക്കിംഗ് ഒക്കെ സെയിം ആണ്. ചില കാര്യങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഉള്ളിലേക്ക് എടുക്കുന്ന ചാർജ് പെട്രോളിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറാണ്. ഇതിപ്പോൾ ഡീസലിലാണ് ഇതെങ്കിൽ എഴുതുന്നതെങ്കിൽ വെറുതെ എയർ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ് അതിൽ. ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ സ്ട്രോക്കാണ്. അപ്പോൾ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിയ കണക്റ്റിനോട് പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് കറങ്ങുകയാണ്. അപ്പോൾ ആ കറങ്ങുമ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാങ്ക് കറങ്ങുന്നതിനനുസരിച്ച് കണക്റ്റിനോട് ആയിട്ടുള്ള ആ ഒരു ലിങ്കിൽ ഇത് ടു ആൻഡ് ഫ്രോ മോഷനാണ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കുള്ള മോഷനാണ്. അപ്പോൾ മുകളിലേക്കും താഴേക്കുള്ള മോഷനെ റൊട്ടേഷനെ മോഷനാക്കുന്ന ഒരു ബന്ധമാണ് ഇതിൽ നമ്മൾ കാണാം. പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്. ഈ ക്രാങ്ക് റൊട്ടേഷണൽ മോഷനാണ്. പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ മോഷൻ, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അല്ലെങ്കിൽ താഴേക്ക് മുകളിലേക്കുള്ള മോഷൻ. ഇത് രണ്ടിനെ ലിങ്ക് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡാണ്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് ടു ആൻഡ് ഫ്രോ ഈ ഭാഗത്ത്, അതേസമയം ഈ ഭാഗത്ത് അത് റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് വലിയൊരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ, ഈ എൻജിൻ്റെ ഒക്കെ കണ്ടുപിടുത്തത്തിൻ്റെ പുറകിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തേന് നമ്മൾ കാണുന്നത് ഈ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? 2 വാൽവും ക്ലോസ് ചെയ്തിരിക്കണം. 2 വാൽവും ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇവിടെ കംപ്രഷൻ നടക്കുക. അപ്പോൾ കംപ്രഷൻ നടക്കുന്നതിൻ്റെ എൻഡിൽ ഒരു ക്ലിയറൻസ് വോളിയത്തിലേക്ക് എത്തുന്നതോടുകൂടി എന്ത് ചെയ്യും? സ്പാർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ്, അത്രയും വരെയാണ് നമ്മൾ കംപ്രഷനിൽ പറയേണ്ടത്. കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെ മാക്സിമം വോളിയത്തിൽ നിന്ന് മിനിമം വോളിയത്തിലേക്ക്, മിനിമം വോളിയം എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയത്തിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്. ഇപ്പോൾ ഈ പിസ്റ്റൺ ഇങ്ങനെ പോയി, അപ്പം കംപ്രസ് ചെയ്ത് മാക്സിമം കംപ്രഷനിൽ എത്തുമ്പോഴേക്കും ഇത് സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യും. ഇത് സ്പാർക്ക് പ്ലഗ് അവിടെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യും. ആ സ്പാർക്ക് കൊണ്ട് ഇവിടുത്തെ ഉള്ള ഇന്ധനം കത്തും. അതാണ് ഞാൻ അടുത്ത സ്ട്രോക്ക്, വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. വർക്കിംഗ് സ്ട്രോക്കിൽ ഈ സ്പാർക്ക് പ്ലഗ് കത്തുന്നു, അത് സ്പാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ കത്തുമ്പോൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോരും. കാരണം എന്താ വെച്ചാൽ അത് ഹൈ പവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതുവരെയൊക്കെ ഇതിലേക്ക് നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുക, ഈ ഷാഫ്റ്റിനെ കറക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ നടക്കുക. ഇവിടെ എന്താ വെച്ചാൽ ഷാഫ്റ്റിനുള്ള കറക്കം കിട്ടുന്നത് ഈ ഒറ്റ ഒരു പവർ വർക്കിംഗ് സ്ട്രോക്കിലാണ്. ഈ വർക്കിംഗ് സ്ട്രോക്കിലെ ഈ പവറാണ് നമ്മൾ ഫ്ലൈ വീലിൽ കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ, അടുത്ത പ്രോസസ്സിനുള്ള ആ ഒരു ശക്തി, എനർജി കിട്ടുന്നത് അപ്പോൾ ഫ്ലൈ വീലിൽ നിന്ന് അത് വീണ്ടും, ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള വീലാണ്. ആ വീല് പെട്ടെന്ന് കറങ്ങുമ്പോൾ അവിടെ വർക്കിംഗ് സ്ട്രോക്കിൽ പെട്ടെന്ന് ഫ്ലൈ വീല് കറങ്ങും. പക്ഷെ ആ ഫ്ലൈ വീലിൻ്റെ കറക്കം നിൽക്കില്ല, അത് കണ്ടിന്യൂ ചെയ്യും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ മോഷൻ ലോലെ. അപ്പോൾ കണ്ടിന്യൂസ് ടു മോഷൻ എന്നാണ് നമ്മൾ പറയാം. റെസ്റ്റിലുള്ളത് റെസ്റ്റിൽ തുടരാനും, മൂവ് ചെയ്യുന്നത് അതേ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട്, ഫ്ലൈ വീലിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഈ പവർ സ്ട്രോക്കിൽ നല്ലൊരു കറക്കം കിട്ടും. ആ കറക്കം അത് കണ്ടിന്യൂ ചെയ്യും. ആ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ബാക്കി സ്ട്രോക്കുകൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുക. അപ്പം ഈ 4ാമത്തെ സ്ട്രോക്കിൽ വരുമ്പോൾ എക്സോ സ്ട്രോക്കാണ്. ഈ എക്സോ സ്ട്രോക്കിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, താഴെ നിന്ന് മുകളിലേക്ക് വീണ്ടും പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഈ ബേൺ ഗ്യാസസ്, അതിൻ്റെ വർക്ക് കഴിഞ്ഞ ഗ്യാസസ് എന്ത് ചെയ്യും? എക്സോസ്റ്റായിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഇനി ഈ 4 വരയ്ക്കുമ്പോൾ ഒരുപോലെ വരയ്ക്കരുത്. സിലിണ്ടർ എല്ലാത്തിൻ്റെയും സെയിമാണ്. പിസ്റ്റണിൻ്റെ പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ മുകളിൽ കൊണ്ട് വരയ്ക്കുക, എന്നിട്ട് അത് താഴേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ അതാണ് മുകളിൽ നിന്ന് താഴേക്ക്. ഇതിൻ്റെ ഡയറക്ഷൻ ഇതാണ്. വാൽവുകളുടെ പൊസിഷൻ ശ്രദ്ധിക്കണം. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ. അതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ്, ഇത് മാച്ച് കളഞ്ഞ് സെപ്പറേറ്റ് കളർ ഇത് വരച്ചിരിക്കുന്നതാണ്. ഇത് കണ്ട, ഇപ്പോൾ ഇത് ഇവിടെ ഫ്യൂവൽ ഉള്ളിലേക്ക് പ്രവേശിക്കും. കാരണം ഇൻലെറ്റ് വാൽവ് താഴ്ന്നായിരിക്കണം.
ഇവിടെ എക്സോസ്റ്റ് വാൽവ് ചേർത്താ വെച്ചേക്കണേ, എക്സോസ്റ്റ് വാൽവ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ക്ലോസ്ഡ് ആണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളും നോക്കി കഴിഞ്ഞാൽ അറിയാം ഒക്കെ ക്ലോസ്ഡ് ആണ്. പക്ഷേ ഈ സക്ഷനിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്, കംപ്രഷനിൽ 2 വാൽവും ക്ലോസ്ഡ് ആണ്. അതുപോലെ കമ്പസ്റ്റിന് പവർ സ്ട്രോക്കിലും 2 വാൽവും ക്ലോസ്ഡ് ആണ്. എക്സോസ്റ്റിൽ ഈ എക്സോസ്റ്റ് വാൽവ് മാത്രം ഓപ്പൺ ആണ്. അപ്പോൾ അത് എയർ ഫ്യൂൽ മിക്സ്ചറിന് അല്ല, ആഫ്റ്റർ കമ്പസ്റ്റൻ ബേൺ ഗ്യാസസ്, ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസസ് പുറത്തേക്ക് പോകും. ഈ രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പം നമ്മൾ എപ്പോഴും ഫിഗർ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ, വാൽവിൻ്റെ പൊസിഷൻ ക്ലിയർ ആയിരിക്കണം, പിസ്റ്റൻ്റെ പൊസിഷൻ, ദെൻ ക്രാങ്കിൻ്റെ പൊസിഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒന്നാമത്തെയും അതായത് സക്ഷൻ സ്ട്രോക്കിൻ്റെയും വർക്കിംഗ് സ്ട്രോക്കിൻ്റെയും ഏതാണ്ട് ഒരേ പൊസിഷനിലാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ക്രാങ്കിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക, കണക്റ്റിംഗ് റോഡ്, അതുപോലെ പിസ്റ്റൺ. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, അടുത്തതിൽ മുകളിലേക്കാണ് പോണതെങ്കിലും താഴെ നിന്ന് മുകളിലേക്ക് പോണ രീതിയിൽ ഇത് വരച്ചാണ്. അപ്പോൾ താഴെയാണ് അതിൻ്റെ പൊസിഷൻ വെച്ച് വരയ്ക്കുക. അപ്പോൾ അത് അതിൻ്റെ നമ്മൾ വരയ്ക്കുന്ന കണക്റ്റിംഗ് ഇതിനെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അടിയേക്ക്, ക്രാങ്ക് അല്ല, ക്രാങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന് താഴെയാണ് നിൽക്കുന്നത്, മറ്റേ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മുകളിലാണ്. ഓക്കെ, ഇത് നമ്മൾ കാണുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന് താഴെ. അപ്പോൾ ഇതും രണ്ടും ഒരേ, 1ഉം 3ഉം ഒരേ പൊസിഷനിലാണ്, 2ഉം 4ഉം ഒരേ പൊസിഷനിലാണ്. ഏരോ ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇത് താഴേക്ക്, ഇത് മുകളിലേക്ക്, ഇത് മുകളിലേക്ക്. അങ്ങനെ ഏരോ ഇടുന്നത് വളരെ ശ്രദ്ധിക്കണം. വാൽവുകളുടെ കാര്യം ശ്രദ്ധിക്കണം, പിസ്റ്റൻ്റെ പൊസിഷൻ, കണക്റ്റിംഗ് റോഡിൻ്റെ പൊസിഷൻ, ഇത്രയും കാര്യങ്ങൾ ഫിഗറിൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ആ ഫിഗർ തന്നെ ഇൻ ഇറ്റ്സെൽഫ് ഈസ് എ എക്സ്പ്ലനേഷൻ, വർക്കിംഗ് സ്ട്രോക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ നമുക്കൊരു എക്സ്പ്ലനേഷനായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇതിൽ നമ്മൾ പറയും. ഇതിലിനി ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. In 4-stroke petrol engine, the piston moves up and down 4 times to complete a working cycle. Thus, the cycle of operation completes. അങ്ങനെയാണ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ? ഒരു സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക്, പവർ സ്ട്രോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദെൻ എക്സോസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് അതിൽ വരുന്നത്. എക്സ്പാൻഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, ദെൻ എക്സോസ്റ്റ്. ദെൻ സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്കിൽ പറയുന്നത് ഡ്യൂറിങ് ദി സ്ട്രോക്ക് ദ പിസ്റ്റൺ മേക്സ് മൂവ്സ് എന്നാണ്. അത് മേക്സ് എന്നല്ല, മൂവ്സ് എന്നാണ് എഴുതേണ്ടത്. MOVE എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മൂവ്സ്, മേക്സ് അല്ല, മൂവ്സ് ആണ്. മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെൻറ്റർ ടു ബോട്ടം ഡെഡ് സെൻറ്റർ. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് നീങ്ങുമ്പോൾ ദസ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യും. ആൻഡ് എയർ ഫ്യൂൽ മിക്സർ ഈസ് സക്ക്ഡ് ഇൻ ടു ദ എൻജിൻ സിലിണ്ടർ. പ്രഷറിലുള്ള ചേഞ്ചാണ് അതിനെ സക്ക് ചെയ്യാനായിട്ട് കാരണം. ദ എക്സോസ്റ്റ് വാൽവ്സ് റിമെയിൻസ് ക്ലോസ്ഡ്. എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ അതിലെ വാൽവിൻ്റെ പൊസിഷനും അതുപോലെ എങ്ങോട്ട് മൂവ് ചെയ്യണോ ആ ഡയറക്ഷനോ അതിലിടാനായിട്ട് സാധിക്കും. കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബോത്ത് വാൽവ്സ് ആർ ക്ലോസ്ഡ് ആൻഡ് പിസ്റ്റൺ മൂവ്സ് upward direction, then air fuel mixture inside the engine cylinder is compressing. Due to compression, the pressure and the temperature of the fuel mixture increases continuously. Increase ചെയ്തുകൊണ്ടിരിക്കും. This completes one revolution of the crankshaft. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് 2 സ്ട്രോക്ക് കഴിയുമ്പോൾ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷൻ കഴിയും എന്ന് പറയാമല്ലോ. ഒരു റെവല്യൂഷൻ. അപ്പോൾ 2 സ്ട്രോക്ക് ഒരു റെവല്യൂഷൻ ഇതിൽ കംപ്ലീറ്റ് ചെയ്യും 2 സ്ട്രോക്ക് കഴിയുമ്പോൾ. ഇനി 3ാമത്തെ സ്ട്രോക്ക് എക്സ്പാൻഷൻ, വർക്കിംഗ് ഓർ പവർ സ്ട്രോക്ക്, 3 പേരിൽ അറിയപ്പെടും. ജസ്റ്റ് ബിഫോർ ദ പിസ്റ്റൺ റീച്ചസ് TDCയിലെ മുകളിലത്തെ ആ എൻഡിലെ കംപ്രഷൻ്റെ എൻഡിൽ എന്ത് ചെയ്യും? ദ ചാർജ് ഈസ് ഇഗ്നൈറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചുകൊണ്ട് ഇഗ്നൈറ്റ് ചെയ്യും. വെൻ ദ മിക്സ്ചർ ഈസ് ഇഗ്നൈറ്റഡ് ദ ഹോട്ട് ഗ്യാസസ് ആർ പ്രൊഡ്യൂസ്ഡ്. അതും ആ ഹോട്ട് ഗ്യാസസ്, ഫ്ലൂ ഗ്യാസസ്, ഹൈ ഹീറ്റ് കണ്ടൻറ്റുള്ള ഫ്ലൂ ഗ്യാസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് ഹോട്ട് ഗ്യാസസ് എന്നൊക്കെ പറയും. അപ്പോൾ ദ ഇൻക്രീസ്ഡ് ഹൈ പ്രഷർ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ എക്സട്ട്. ഈ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉള്ള പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ എന്തുണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ കമ്പസ്റ്റനിലൂടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ഗ്യാസ് എക്സട്ട് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ്, ഒരു ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സട്ട് ചെയ്യും ഓൺ ദ പിസ്റ്റൺ ആൻഡ് പുഷസ് ഇറ്റ് ഡൗൺവേർഡ്സ്.
ദസ് വർക്ക് ഈസ് ഒബ്റ്റെയിൻ ഡ്യൂറിങ് ദി സ്ട്രോക്ക്. അങ്ങനെ ഈ സ്ട്രോക്കിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ സ്ട്രോക്കാണ്. അതിലാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ട്രോക്കുകളും അതിന് വേണ്ടിയുള്ള സ്ട്രോക്കുകളാണെന്ന് മാത്രം. അതൊക്കെ വർക്ക് ചെയ്യുന്ന ഈ പവർ സ്ട്രോക്കിലൂടെ ഉണ്ടാകുന്ന പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. തുടക്കത്തിൽ മാത്രമാണ് അതിനൊരു ഇനീഷ്യേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു സ്റ്റാർട്ടർ ഉപയോഗിക്കുക. ബാക്കി എല്ലാ വർക്കിംഗ് സൈക്കിളിലും, ആദ്യത്തെ വർക്കിംഗ് സൈക്കിളിലൊക്കെയാണ് അതിൻ്റെ ആവശ്യം വരുള്ളൂ. പിന്നീടുള്ള വർക്കിംഗ് സൈക്കിളിലൊക്കെ നമ്മൾ ഈ പവർ സ്ട്രോക്ക് എന്നുള്ള എനർജിയാണ് ഉപയോഗപ്പെടുത്തുക. എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദി സ്ട്രോക്ക് ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC ടു TDC. TDC നിന്ന് മൂവ് ചെയ്യുമ്പോൾ ദ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യും. ദ എക്സോസ്റ്റ് ഗ്യാസസ് ആർ എസ്കേപ്പ് ത്രൂ ദ എക്സോസ്റ്റ് വാൽവ്സ്. ദിസ് ഓൾസോ കോൾഡ്, ഈ പുറത്തേക്ക് എക്സോസ്റ്റിനെ വിടുന്നതിനെയാണ് സ്കാവഞ്ചിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ആണ് സ്കാവഞ്ചിങ്. വെൻ സ്പെല്ലിംഗ് ഒന്ന് പഠിക്കണം കേട്ടോ. സ്കാവഞ്ചിങ്. വെൻ ദ പിസ്റ്റൺ റീച്ചസ് TDC ദ എക്സോസ്റ്റ് വാൽവ് ക്ലോസസ് ആൻഡ് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഒരു സൈക്കിള് ഇവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി 4 സ്ട്രോക്ക് ഡീസൽ സൈക്കിളിലേക്ക് കിടക്കുമ്പോൾ ഇതന്നെ സെയിം. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ദ പിസ്റ്റൺ മൂവ്സ് അപ്പ് and down 4 times to complete a working cycle. Thus the cycle of operation is completed in 4 strokes of the piston or 2 revolution of the crankshaft. നേരത്തെ പറഞ്ഞ പോലെ 4 സ്ട്രോക്ക് 2 റെവല്യൂഷനിൽ അവസാനിക്കുന്നു. 4 സ്ട്രോക്ക് 2 റെവല്യൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 4 സ്ട്രോക്ക് 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക്ഷാഫ്റ്റ് കേട്ടോ. അതാണ് ഫോസ്റ്റ്. ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്. ഡീസൽ എന്ന് പറഞ്ഞോളൂ. ഇതൊക്കെ പിസ്റ്റോണും തമ്മിൽ വ്യത്യാസം. സക്ഷനിൽ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എടുക്കുന്നത് ചാർജ് എന്ന് പറയുന്നത് എയർ ആയിരിക്കും. ഓപ്പൺസ് ഓൺലി എയർ ഈസ് സക്ഡ്. ഓൺലി എയർ. മറ്റേ എയർ പെട്രോൾ മിക്സ്ചർ ആയിരുന്നു. ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എയർ മാത്രമാണ്. ഓക്കെ, അത് മാത്രമേ ഇതിൽ വ്യത്യാസം. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അതായത് പെട്രോൾ എയർ മിക്സ്ചറിനേക്കാൾ കൂടുതൽ പ്രഷർ, ഹൈ പ്രഷർ ഇതിന് കിട്ടും. 60 ബാർ പ്രഷർ ഉണ്ടാവും. 600 ഡിഗ്രി സെൽഷ്യസ് ഉയരും. അപ്പോൾ ടെമ്പറേച്ചറും അപ്പോൾ ആ ടെമ്പറേച്ചറും പ്രഷറിലും എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് സ്പാർക്ക് ചെയ്യാതെ തന്നെ കത്തിക്കൊള്ളും. ഈ ഒരു ഹൈ ടെമ്പറേച്ചർ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഗ്നൈറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല, തന്നെ അത് കത്തും. അതാണ് കംപ്രഷൻ ഇഗ്നിഷൻ എന്നാണ് അതിന് പറയാം. മറ്റേത് സ്പാർക്ക് ഇഗ്നിഷൻ. ഇത്രയും പ്രഷറിലേക്കും ടെമ്പറേച്ചറിലേക്കും അതിനെ കംപ്രസ് ചെയ്യാനായിട്ട് പെട്രോൾ എയർ മിക്സ്ചറിനെ പറ്റില്ല. എന്നാൽ എയറിനെ നമുക്ക് ഇത്ര ഇതിലേക്ക് ചെയ്യാം. ഇതിലേക്ക് ചെയ്യുമ്പോൾ കത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ സ്പാർക്ക് പ്ലഗിന് പകരം ഇഞ്ചക്ടർ ഉണ്ട്. എന്താണ് ഇഞ്ചക്ടർ? ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്ത സ്പ്രേ ആയിട്ടാണ് ഡീസൽ ഇതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുക. അപ്പോൾ ഇഞ്ചക്ട് ചെയ്യുന്നത് ഇതിലാണ്. ഈ ഇഞ്ചക്ട് ചെയ്യുന്ന മൂന്നാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹൈ പ്രഷറും ടെമ്പറേച്ചറും ഉള്ള എയർ ഉണ്ട്. ആ എയറിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കത്തും. ആ കത്തുമ്പോഴാണ് ഇത് പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയാം. ഇൻലെറ്റ് വാൽവ് ഇവിടെ തുറന്നിരിക്കുന്നു. ഇതിലേക്ക് കടക്കുന്നത് എയർ മിക്സ്ചർ. നമ്മൾ ശ്രദ്ധിക്കുക, എയർ ആണ് ഇവിടെ. ഓക്കെ, മറ്റൊടുത്ത് എയർ പെട്രോൾ മിക്സ്ചർ ആയിരുന്നു. ഇവിടെ എത്തുമ്പോൾ സ്പാർക്ക് പ്ലഗിന് പകരം നമ്മൾ കാണുന്നത് എന്താണ്? ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. ഇഞ്ചക്ഷൻ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇവിടെ പിന്നെ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന വാൽവിൻ്റെ പൊസിഷനാണ്. ഇത് ക്ലോസ്ഡ് പൊസിഷനാണ്. ഇത് ഓപ്പൺ പൊസിഷൻ. രണ്ട് സ്ഥലത്താണ് നമ്മൾ കാണുക. എക്സോസ്റ്റിൻ്റെ അടുത്തും അതുപോലെ സെക്ഷനിലും. അപ്പോൾ സെക്ഷൻ സ്ട്രോക്കിൽ ഉണ്ട് കംപ്രഷൻ സ്ട്രോക്ക്, വർക്കിംഗ് സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ആകെ കൂടെ വ്യത്യാസം ഇതിൽ ഉള്ളിലേക്ക് എടുക്കുന്ന എയർ മാത്രമാണ്. അതുപോലെ ഇവിടെ സ്പാർക്ക് പ്ലഗ് ഇല്ല, പകരം എന്താണ്? ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത് ഡീസൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ഇത്ര വ്യത്യാസം ഇതിലുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. ഇത് വായിക്കുക, അതുപോലെ തന്നെ വായിക്കുക. ആകെ കത്തിച്ചു കൊടുക്കുക. എക്സ്പാൻഷൻ പവർ സ്ട്രോക്കിൽ അത് കത്തുന്നത് അതിൻ്റെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലാണ്. ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത് അതിലേക്ക് ഫൈൻ സ്പ്രേ ആയിട്ടാണ് അതിലേക്ക് കൊടുക്കുക. അത് പെട്ടെന്ന് കത്താനായിട്ട് ഇടയാകും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനി അടുത്തത് നമുക്ക് 2 സ്ട്രോക്ക് സൈക്കിൾ ഡീസൽ എൻജിൻ. അപ്പോൾ 2 സ്ട്രോക്ക് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റതും ഇതുപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെക്ഷനിലെ എയറാണ് ഡീസൽ എൻജിനിൽ, സെക്ഷനിൽ എയർ പെട്രോൾ മിക്സ്ചറാണ് പെട്രോൾ എൻജിനിൽ. അതാണ് അതിലൊരു വ്യത്യാസം. പിന്നെ സ്പാർക്ക് പ്ലഗിന് പകരം ഡീസലിൽ നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നു. മറ്റേ പെട്രോളിലാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നു. ഇത്ര വ്യത്യാസത്തിൽ കാണുള്ളൂ. ഫിഗറൊക്കെ സെയിമാണ്. വർക്കിംഗ് സൈക്കിളുകളൊക്കെ സെയിമാണ്.
അപ്പോൾ സക്ഷൻ സ്റ്റേജിൽ ഇൻ ദി സ്റ്റേജ്, അപ്പോൾ ഞാനൊന്ന് ആ ഫിഗർ വെച്ചിട്ട് പറയാം. ഫിഗർ എന്ന് പറയുമ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാൽവല്ല, വാൽവ് നമ്മൾ മുകളിൽ 4 സ്ട്രോക്കിൽ വാൽവ് കണ്ടു. പക്ഷേ ഇവിടെ വാൽവല്ല കാണുക, പോർട്ട് എന്ന് പറഞ്ഞാൽ ദ്വാരം. ഈ ദ്വാരം അടയുന്നതും തുറക്കണതൊക്കെ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റും ഉണ്ടാകും. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് അടയാനും തുറക്കാനും വാൽവൊന്നും വെച്ചിട്ടില്ല. ഇത് തുറന്നു കിടക്കുകയാണ്, 3 പൊത്താണ് ശരിക്കും, 3 ഹോളാണ്. അപ്പോൾ ഇതിനെ എക്സോസ്റ്റ് പോർട്ട് എന്ന് പറയും. എക്സോസ്റ്റ് പോകാനുള്ള പോർട്ട് എക്സോസ്റ്റ് പോർട്ട്, പുറമേ നിന്ന് ഉള്ളിലേക്ക് ഇന്ധനം എടുക്കാനുള്ളതാണ് ഇൻലെറ്റ് പോർട്ട്. പക്ഷേ ഇത് ക്രാങ്ക് കേസാണ്. ക്രാങ്ക് കേസിൽ നിന്ന് പിസ്റ്റൺ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഫ്യൂവൽ അല്ലെങ്കിൽ ചാർജ് എന്ന് പറയാം. അപ്പോൾ പെട്രോളിലാണെങ്കിൽ പെട്രോൾ, എയർ മിക്സ്ചർ, ഡീസലിലാണെങ്കിൽ എയർ തന്നെയാണ്. അപ്പോൾ അത് ഉള്ളിലേക്ക് എടുക്കാനുള്ള ഇത്. അപ്പോൾ ട്രാൻസ്ഫർ പോർട്ട്, അപ്പോൾ എക്സോസ്റ്റ് പോർട്ട്, ഇൻലെറ്റ് പോർട്ട്, ട്രാൻസ്ഫർ പോർട്ട്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് കേസിൽ എടുക്കുന്നതിനെ ക്രാങ്ക് കേസിൽ നിന്ന് സിലിണ്ടറിലേക്ക് പ്രവേശിക്കാനുള്ള പോർട്ടാണ് ക്രാങ്ക് കേസ് പോർട്ട്. ഇപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സോസ്റ്റ് പോർട്ട് ഏറ്റവും മുകളിലായിട്ട്, ഈ 2 എക്സോസ്റ്റ് പോർട്ടിനും ഇൻലെറ്റ് പോർട്ടിനും ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പിലാണ് ഇപ്പുറത്തെ സൈഡിൽ എന്ത് വരയ്ക്കുക, ട്രാൻസ്ഫർ പോർട്ട് വരയ്ക്കുക. മനസ്സിലായി? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ. സക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാങ്ക് കേസിൽ എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ക്രാങ്ക് കേസിലുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ പെട്രോളിൽ, അതേസമയം ഡീസലിലാണെങ്കിൽ ഇവിടെയുള്ള എയറിനെ ഈ ക്രാങ്കിൻ്റെ മൂവ്മെൻറ്റ് മൂലം കുറച്ച് കംപ്രസ് ചെയ്യും. ആ കംപ്രസ് ചെയ്താൽ ഇത് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ കാരണം ഈ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് പാർട്ട് ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഇൻലെറ്റ് പോർട്ടും ഈ ട്രാൻസ്ഫർ പോർട്ടും ഓപ്പൺ ആവും. അപ്പോൾ എക്സോസ്റ്റ് പാർട്ട് ഓപ്പൺ ആയതിന് പിന്നാലെയാണ് ഇതാവുക. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെയുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ അല്ലെങ്കിൽ അത് പെട്രോളിൽ, ഡീസലിലാണെങ്കിൽ എയർ ഇവിടേക്ക് ഇങ്ങനെ കടന്നിങ്ങനെ പോകും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കും, ഇത് തുറന്ന് എടുക്കല്ലേ ചെയ്യണേ. ഇത് തുറന്ന് എടുക്കുമ്പോൾ ഇതിലേക്ക് പുറത്തേക്ക് പോയില്ലേ, അത് പോവാതിരിക്കും ഇവിടെ ഒരു ഡിഫ്ലക്ടർ ഉപയോഗിക്കും. ആ ഡിഫ്ലക്ടർ കൂടെ നിങ്ങൾ വരയ്ക്കുന്നതല്ല, ഒരു ഡിഫ്ലക്ടർ ഇവിടെ വരയ്ക്കണം. ആ ഡിഫ്ലക്ടർ ഉണ്ടെങ്കിൽ അത് തിരിച്ച് അങ്ങോട്ട് പോവാതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പിസ്റ്റൺ തന്നെയാണ് ആ ഡിഫ്ലക്ടർ ഉണ്ടായിരിക്കുക. ഇതാണ് അതിൻ്റെ ഡിഫ്ലക്ടറിൻ്റെ ഷേപ്പ്. അപ്പോൾ ആ ഡിഫ്ലക്ടർ എല്ലാത്തിനും ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കും. അതിനൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഫ്യൂവൽ ഇതുമ്പോൾ തട്ടുമ്പോൾ ഇത് അങ്ങനെയായിട്ട് പോകും, ഇവിടെ തട്ടുമ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ തട്ടിപ്പോവും, ഒരിക്കലും അങ്ങോട്ട് പോകാണ്ടിരിക്കും. അതാണ്. പക്ഷേ കുറച്ചൊക്കെ പോകാം. അത് ഇതിൽ നമ്മൾ പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫ്ലക്ടർ എന്നാണ് ഇതിനെ പറയുക. ഇതിൻ്റെ പേര് ഡിഫ്ലക്റ്റ് ചെയ്യാം, റിഫ്ലക്റ്റ് അല്ല, ഡിഫ്ലക്ടർ എന്നാണ് ഇതിൻ്റെ നമ്മൾ കാണുക. ഡിഫ്ലക്ടർ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം പഠിക്കണം. ഡിഫ്ലക്ടർ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. CTOR അതാണ് ഇതിൽ നമ്മൾ കാണുക. അപ്പോൾ ഈ ഡിഫ്ലക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് എക്സോസ്റ്റ് പോർട്ടിലൂടെ പെട്ടെന്ന് പോയില്ല. ഇനി കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ പിസ്റ്റൺ പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ആദ്യം ഇവിടുത്തെ സക്ഷൻ വാൽവ് തുറക്കും. ഈ സക്ഷൻ വാൽവ് തുറക്കുമ്പോൾ എയർ, ഇപ്പോൾ ഡീസൽ എഞ്ചിനിലായതുകൊണ്ട് എയർ ഉള്ളിലേക്ക് കിടക്കും, ക്രാങ്ക് കേസിലേക്കാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്, കംപ്രഷനാണ്. ഇപ്പോൾ എക്സോസ്റ്റ് പോർട്ടും ക്ലോസ്ഡ് ആണ്, ട്രാൻസ്ഫർ പോർട്ടും ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഫ്യൂവൽ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ എയറാണ്. അപ്പോൾ എയർ ഉണ്ട്, ആ എയറിന് നമ്മൾ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ. അതേസമയം തന്നെ മറ്റൊരു ഓപ്പറേഷൻ കൂടെ നടക്കുന്നുണ്ട് ഇവിടെ. എന്താണ്, എയർ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. ഏതിലേക്ക്, ക്രാങ്ക് കേസിലേക്ക്. സിലിണ്ടറിനകത്തേക്കല്ല, ക്രാങ്ക് കേസിനെ. സിലിണ്ടറിനകത്തേക്ക് എയർ കിടക്കുന്നതിനെയാണ്, ചാർജ് പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ സക്ഷൻ എന്ന് പറയുക. പക്ഷേ ഇവിടെ ക്രാങ്ക് കേസിലേക്കാണ് ചാർജ് പ്രവേശിക്കുന്നത്. ഇതിന് സക്ഷൻ്റെ സമയത്തല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് കംപ്രഷൻ്റെ സമയത്താണ്. കംപ്രഷൻ്റെ സമയത്ത് പിസ്റ്റൺ ഈ വാൽവ്, ഈ പോർട്ടിനെ അടയ്ക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് പോർട്ടിനെ അടയ്ക്കും, എക്സോസ്റ്റ് പോർട്ടിനെ അടയ്ക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് ഇവിടെ വേറെ ഒരു ഗ്യാപ്പും ഇല്ല, ഇവിടെ കംപ്രഷൻ നടക്കുകയാണ്. ഓക്കെ. ഈ കംപ്രഷൻ്റെ അവസാനം എന്ത് ചെയ്യും, ഇത് ഒരു ഇഞ്ചക്ടറാണ്, ഫ്യൂവൽ ഇഞ്ചക്ടർ. അപ്പോൾ ആ ഇഞ്ചക്ടർ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ആ എയറൊക്കെ കത്താനായിട്ട് തുടങ്ങും. അപ്പോൾ
ഇവിടെ ഈ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് ഇവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണ പോലെ കാണിക്കാം. അത് കത്തും. ആ കത്തുമ്പോൾ ഇത് താഴേക്ക് പോരുന്നു. അപ്പം താഴേക്ക് പോരുന്ന അവസരത്തിൽ കത്തിയ ഐറ്റംസ് താഴേക്ക് പോരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? എക്സോസ്റ്റ് പുറത്തേക്കും. കത്തുന്ന അവസരത്തിലും കൂടെ താഴേക്ക് പോരും, അതിൻ്റെ കൂട്ടത്തിൽ എക്സോസ്റ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് രണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് താഴേക്ക് വരുന്ന സമയത്ത് നടക്കുന്ന പ്രോസസ്സാണ്. ഇതിൽ 3 കാര്യങ്ങളാണ് താഴേക്ക് വരുമ്പോൾ നടക്കുന്നത്. ഒന്ന്, കമ്പസ്റ്റൻ നടക്കുമ്പോൾ താഴേക്ക് പോരുന്നു, അതിനുശേഷം ഇവിടെ എക്സോസ്റ്റ് പോകുന്നു, എക്സോസ്റ്റ് പോകുന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ട് കിടക്കുമ്പോൾ ഇവിടെ ട്രാൻസ്ഫർ. അപ്പോൾ അങ്ങനെ താഴേക്ക് വരുന്ന പൊസിഷനിലാണ്. ഇതിനെ കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ന സ്ട്രോക്ക് എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ 4 സ്ട്രോക്കിലാണെങ്കിൽ നമുക്ക് സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക് എന്നിങ്ങനെ സ്ട്രോക്കുകൾ തിരിക്കാമായിരുന്നു. ഇവിടെ നമുക്ക് കൃത്യം സ്ട്രോക്കുകൾ തിരിക്കാൻ പറ്റില്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൻ്റെ താഴേക്കുള്ള മൂവ്മെൻറ്റിൽ ഇതൊക്കെ നടക്കും. ഇവിടെ താഴേക്കുള്ള മൂവ്മെൻറ്റിലാണ് അധികം പ്രോസസ്സുകൾ നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇവിടെ കമ്പസ്റ്റൻ നടക്കുമ്പോൾ ആ കമ്പസ്റ്റന് ശേഷം പെട്ടെന്ന് നിങ്ങൾ പോരുമ്പോഴേക്കും ഇത് വാൽവ് തുറക്കും, പോർട്ട് തുറക്കും. ഈ പോർട്ട് തുറക്കുമ്പോൾ എക്സോസ്റ്റ് പോയി. അപ്പോൾ കമ്പസ്റ്റൻ കഴിഞ്ഞു, എക്സോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും താഴേക്ക് വരുമ്പോൾ എന്തുണ്ടാവും? സക്ഷനും നടക്കും. മനസ്സിലായോ? പിന്നെ മുകളിലേക്ക് പോകുന്ന പൊസിഷനിൽ നടക്കുന്ന പ്രോസസ്സാണ് സക്ഷൻ. വാൽവിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അതിന് സക്ഷൻ എന്ന് നമ്മൾ ഇവിടെ പറയുന്നില്ല, കാരണം സിലിണ്ടറിനകത്തേക്ക് എടുക്കുന്നതിനെയാണ് സക്ഷൻ എന്ന് പറയാം. ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, എയർ ഫ്യൂൽ ചാർജിനെ ക്രാങ്ക് കേസിലേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ മുമ്പ് ട്രാൻസ്ഫർ പോർട്ടിലൂടെ സിലിണ്ടറിലേക്ക് വന്നതിനെ കംപ്രസ് ചെയ്യുന്നു. ഇതാണ് മുകളിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 2 സ്ട്രോക്കിലാണ്, ഒരു റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. 2 സ്ട്രോക്ക്, 2 സ്ട്രോക്കിൽ ഈ പരിപാടി നടക്കും. പിസ്റ്റൺ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കും ഈ പറഞ്ഞ 4 ഓപ്പറേഷൻ നടന്നിരിക്കും. സക്ഷൻ സ്റ്റേജ്. ഇൻ ദിസ് സ്റ്റേജ് ദ പിസ്റ്റൺ വിച്ച് ഗോയിങ് ഡൗൺ ടുവേഴ്സ് BDC uncovers the exhaust port first, then transfer port. അവിടെയൊക്കെ എന്തോ ഓപ്പറേഷൻ നടക്കുന്നത് അടുത്ത സ്റ്റേജിലാണ്. നമ്മൾ സക്ഷനെ കുറിച്ച് ആദ്യം പറയുന്നത് കൊണ്ട് നമ്മൾ ഈ 2നെ കുറിച്ചും ഇപ്പോൾ മൈൻഡ് ചെയ്യണില്ല. ദ ഫ്രഷ് എയർ ഫ്ലോസ് ഇൻ ടു ദ എൻജിൻ സിലിണ്ടർ ത്രൂ ദ ട്രാൻസ്ഫർ പോർട്ട്. ട്രാൻസ്ഫർ പോർട്ടിൽ നിന്ന് ഫ്രഷ് എയർ എൻജിൻ സിലിണ്ടറിലേക്ക് പ്രവേശിക്കും. അതിൻ്റെ ക്രാങ്ക് കേസിൽ നിന്ന് എൻജിൻ സിലിണ്ടറിലേക്ക് പ്രവേശിക്കും. ഇനി കംപ്രഷനിലാണ് എന്താ സംഭവിക്കണേ? കംപ്രഷനിൽ അറ്റ് ദ സ്റ്റേജ് ദ പിസ്റ്റൺ വൈൽ മൂവിങ് ഫസ്റ്റ് കവേഴ്സ് ട്രാൻസ്ഫർ പോർട്ടിനെ കവർ ചെയ്യുന്നു, ട്രാൻസ്ഫർ പോർട്ടിനെ ആദ്യം കവർ ചെയ്യും. ഇതാണ് ട്രാൻസ്ഫർ പോർട്ടിനെ കവർ ചെയ്യും. ദെൻ എക്സോസ്റ്റ് പോർട്ടിനെ കവർ ചെയ്യും. അതിന് ശേഷം എന്ത് ചെയ്യും? ഇതിനെ കംപ്രസ് ചെയ്യും. ഓക്കെ, അതാണ് അതിൽ സംഭവിക്കുന്നത്. അതിനെ കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രസ് ചെയ്യുന്നതാണ് പിന്നീട് ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് വിടുന്നത്. അപ്പോൾ ആണ് എക്സ്പാൻഷൻ. ഷോർട്ട്ലി ബിഫോർ ദ പിസ്റ്റൺ റീച്ചസ് TDC ദ ഫ്യൂവൽ oil is injected in the form of very fine spray into the hot compressed air by the fuel injector ഉപയോഗിച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ബേണിംഗ്. അത് കത്തും. ദ പിസ്റ്റൺ ദെൻ ട്രാവൽഡ് ഡൗൺവേർഡ്സ് ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്. ദാറ്റ് ഈസ് ദ വർക്ക് ഈസ് ബീങ് ഡൺ. എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് സ്റ്റേജ് ദ എക്സോസ്റ്റ് പോർട്ട് ഈസ് ഓപ്പൺ ആസ് ദ പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ്. താഴേക്ക് വരുമ്പോഴാണ് product of combustion from the engine cylinder are exhausted through the exhaust port into the atmosphere. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. പെട്രോൾ എഞ്ചിനിൽ നിങ്ങൾ 2 സ്ട്രോക്ക് പെട്രോളിൽ ഇതിലാകെ കൂടി വ്യത്യാസം, ഇവിടെ നമ്മൾ എന്ത് വയ്ക്കണം? സ്പാർക്ക് പ്ലഗ് വയ്ക്കണം. അത് നേരത്തെ കണ്ട സ്പാർക്ക് പ്ലഗ് തന്നെ വയ്ക്കണം. ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് എയർ അല്ല, എയർ ഫ്യൂവൽ മിക്സ്ചറാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ എയർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ എയറിന് പകരം എന്താ എഴുതണം? എയർ പ്ലസ് പെട്രോൾ. അപ്പോൾ അതാണ് എടുക്കുക. വേറെ ഒരു വ്യത്യാസം ഇതിലില്ല. ഫിഗറൊക്കെ ഇതുപോലെ തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എഴുതാനായിട്ട്.